ഹായ്, വെൽക്കം ബാക്ക്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാള് കള്ളക്കരച്ചിലൊക്കെ ഇനിയിപ്പോ ആളെ വിളിച്ചിട്ട് കാര്യമില്ല. ആൾ പണിയോടൊപ്പം അപ്പൊ അങ്ങനെ പശുമ്പയാണല്ലോ അത്. കാലത്ത് തന്നെ ഗോമാതാവിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ടൊരു ദിവസമാണ്. ഇന്ന് കുട്ടിപ്പട്ടാളങ്ങളും ചേച്ചിയും എല്ലാവരും കൂടെ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞങ്ങൾ അടിച്ച് പൊള്ളിക്കാൻ പോവുകയാണ്. എല്ലാരും അടിച്ചു കയറി വാ. ഒത്തിരി നാള് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവര് നിക്കാൻ വേണ്ടി വരുന്നത് അല്ലേ. നമ്മളിവിടെ ഉള്ളപ്പോ അങ്ങനെ കഴിവതും അങ്ങനെ വരാറില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ പിള്ളേരുടെ പഠിത്തവും ചേച്ചിയുടെ ഡ്യൂട്ടിയും എല്ലാം കാരണം ഇപ്പൊ ചേച്ചി റിസൈൻ ഒക്കെ ചെയ്തു. അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പൊ അതിനിപ്പറായിട്ട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ട് 2 ദിവസം വന്നതാണ്. ഇപ്പോ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. അത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പറയാം. ആളൊന്ന് കേറട്ടെ, പോട്ടെ, ഇവിടെ നിന്ന് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ എല്ലാവരും കൂടി ഇന്ന് അടിച്ച് കേറി വരാൻ പോവുകയാണ്. കള്ളോ കൊഞ്ചോ കപ്പയോ മീനോ എന്താന്ന് വെച്ചാ കൊണ്ടുവാ. ഇന്ന് എന്റെ വക ചെലവാ. എല്ലാവർക്കും അടിച്ച് കേറി വാ. അപ്പൊ സമയം ഇപ്പൊ ഏകദേശം ഒരു 6:45 7 മണി ആറായിട്ടുണ്ടാവില്ല കുഞ്ഞ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പാർലർ വരെ പോവാണ്. എന്റെ പൊന്ന് ഗൈസ്, ഇവർക്ക് നേരത്ത് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തോണം. എത്ര റിസ്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുത്തോണം. അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ തല്ലിക്കൊന്ന് കാട്ടില്ലേ. എല്ലാ ഭാര്യമാരൊന്നുമില്ല. എന്റെ മോൾക്ക് നല്ല ശാന്തമായ സ്വഭാവമുള്ള ഭാര്യമാർ അങ്ങനെ പറയൂ. വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഇത്രയും നാളും എന്നോടൊന്നും പറയില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന ആളല്ല അമ്മൂത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചിന്തിച്ചും അതേപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് കഴിവുള്ള ഒരാളാണ്. എന്റെ സൺറൂഫ് പൊട്ടുവോ? സൺറൂഫ് അല്ല, തൊള. അമ്മയുടെ വകയിൽ തൊള. ബാക്കിയും കൂടെ പൊക്കിക്കോളൂ. അല്ല, അപ്പൊ ആൾക്ക് പിരികം പ്ലക്കായിരുന്നു കുറച്ച് നാളായി പറയണേ. ഞാനും കണ്ടപ്പോ അത് കണ്ടൽക്കാട് പോലെ ഇവിടെ. എന്തായാലും കളയാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ സമയം ടൂ ലൈറ്റ്. അപ്പൊ ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ് ഉണ്ടാവും ഇല്ലെന്ന് അറിയില്ല. ഇത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്നെ വലിച്ചു കയറാൻ സാധ്യത. ഇന്നോടെ കാലത്തൊട്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പോണം. അല്ല ഗൈസ്, നാളെ നമുക്ക് ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കാട് പിടിച്ച മുഖമായിട്ട് പോകാണ്ടൊരു നാണക്കേട് കണക്കുണ്ട്. എന്നാ പിന്നെ ഒന്ന് പ്ലഗ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിത് അഷ്ടമിച്ചിറക്ക് പാഞ്ഞു വിട്ടോണ്ടിരിക്കുകയാണ്. നല്ല മഴ ഉണ്ടായിരുന്നു വെളിയില്. വിച്ചു ജിമ്മിലൊക്കെ പോയിട്ട് പിടിച്ച വെടിയാലെ കൊണ്ടുവന്നാട്ടോ. വിച്ചു ചേച്ചീനെയും പിള്ളേരെയൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നൈറ്റ് വൈബ് ആയിരിക്കും. നാളെ ആ സാധനങ്ങൾ തിരിച്ചു പോകുമായിരിക്കും അല്ലെ. ഒരു ദിവസം നിൽക്കുള്ളൂ കേട്ടോ. കഷ്ടിപുഷ്ടി ഒരു ദിവസം വൺ ഡേ. അപ്പൊ നമ്മള് എന്നും പോകുന്ന പാർലറിലോട്ട് തന്നെ വിട്ടുപിടിക്കുക. അവര് അടച്ചോ എന്താ ചെയ്യുന്നവരാൻ അറിയാട്ടോ. അടച്ചെങ്കിൽ നമ്മള് വേറെ പാർലർ നോക്കും. അടച്ചില്ലെങ്കിൽ ഇവിടെ ചെന്ന് പ്ലഗ് ചെയ്തിട്ട് വരാം. തപ്പിപ്പിടിച്ച് ലാസ്റ്റ് നമ്മുടെ പഴയ ബ്യൂട്ടി പാർലർ മീൻസ് അങ്ങനെയല്ല, പുതിയ ബ്യൂട്ടി പാർലർ. അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ അഷ്ടമിച്ചിറക്ക് പോയി ഇങ്ങോട്ടേക്ക് മരവ് കുറവ്. ചേച്ചി എന്നെ ചിലപ്പോ തല്ലിക്കൊള്ളുന്നത്. മോടിയിലും കൂടി കയറിട്ട് പോവാം. എന്തെങ്കിലും ചിപ്സ് എന്തെങ്കിലും പാപ്പം പിള്ളേര് ചോദിക്കണം. പാപ്പം പൊട്ട് എപ്പോഴും ചെരിഞ്ഞിരിക്കും കേട്ടോ. വീഡിയോ ഒക്കെ അതെടുക്കും. പക്ഷെ നോർമലി നമുക്ക് നേരല്ലേ ഇപ്പൊ കറക്റ്റാ. എപ്പോ വീഡിയോ നോക്കിയാലും ചെരിഞ്ഞിരിക്കുന്നത്. കുഞ്ഞാതെ ഒരു കാലിലും മറ്റേ അത് എല്ലാ വീഡിയോക്ക് അതും കാണിക്കുന്നു. നീരാണ് മറ്റേതാണ് ഊരി വെക്കണം എന്ന് വിചാരിക്കും, മറന്നും പോകും. ഇതാണ് സംഭവം. ചിപ്സ് ഒക്കെ എടുത്തോട്ടാ. ജ്യൂസ് എടുക്കുക. ചിപ്സ് എടുത്തോട്ടാ. എവിടെയുണ്ട് കണക്കാത്ത മതി. മഴക്കാലല്ലേ മോളെ. മോടിന്ന് നമ്മള് കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. വിച്ചൂസ് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാനിവിടെ നിക്കാന്ന് പറഞ്ഞു കേട്ടോ. ആള് പോയിട്ട് വരട്ടെ. ഓരോരോ ലിസ്റ്റ് ആട്ടോ. വിച്ചുവിനെ വിളിക്കും മാമ അത്, വിച്ചു ഇത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ 10 പ്രാവശ്യം കണ്ട് വിളിച്ചെന്ന് തോന്നുന്നുണ്ട് എല്ലാം കൂടി. അപ്പൊ വിച്ചു വണ്ടി കേട്ടോട്ടെ. ഇനി അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നമ്മള് അച്ഛന് മരുന്ന് മേടിക്കണം കേട്ടോ. അപ്പൊ അച്ഛൻ മരുന്നിന്റെ ചീട്ടൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും മേടിക്കണം. എൻ്റെ മുഖത്ത് കണ്ടോ, ഇതുണ്ടോ മുഖത്ത് കുറച്ച് പാടുകള് കാര്യങ്ങൾ പിമ്പിൾസ് വന്നതിൻ്റെ കുറേ ഡാർക്ക് പാടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കും മരുന്നൊക്കെ മേടിക്കണം. പക്ഷെ നന്നായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖം ഭയങ്കരമായിട്ടായിട്ടുണ്ടായിരുന്നു. ഇടുക്കി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കരമായിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഓയിൽമെൻറ്റ് ഇപ്പോൾ ഇന്ന് മേടിക്കാൻ വന്ന ഓയിൽമെൻറ്റ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ.
പുന്നാര മോള് അപ്പൊ പോകുന്നുണ്ട് മരുന്ന് മേടിക്കാനായിട്ട്. പുന്നാര മോള് ആണോ? അപ്പൊ അവള് നേരെ മരുന്ന് മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അച്ഛന് മരുന്ന് തീർന്നു. അപ്പൊ അത് മേടിക്കാനായിട്ടാണ് ആള് പോകുന്നത്. 7 ദിവസത്തെ മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, 3 ദിവസത്തെ മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അച്ഛൻ. അപ്പൊ അത് മേടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത്തിരി വെട്ടക്കുറവുണ്ട്, ക്ഷമിക്കണം. വേറെ നിവർത്തിയില്ല. പെട്ടെന്നൊരു സന്തോഷം പറയാൻ വന്നു. അന്നേരം അത് പറഞ്ഞിട്ട് കയ്യോടെ ചൂടോടെ അതൊക്കെ പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മള് അച്ഛനും മരുന്നൊക്കെ മേടിക്കാണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു ഷോപ്പാണ്, എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് ഒരാള് ഞാൻ അവിടെ വിച്ചുവെന്ന് നിർത്തിട്ട് ഞാൻ ഇവിടെ വന്ന് കയറി ഇരുന്ന് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ കൊട്ടിയേ. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയതൊക്കെ ഒരു ചേച്ചിയാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണ്, മാണിയങ്കാവ് ഉള്ളതാണ്. ഭയങ്കര ആള് ഇങ്ങനെ പിടിക്കുകയാണ്. എന്താളുടെ സന്തോഷം എന്നറിയത്തില്ല കേട്ടോ. ഭയങ്കര സന്തോഷമായി. വണ്ടി കണ്ടപ്പോ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ കണ്ട മുഖമുള്ള ഒരാള്. അപ്പൊ അമ്മ ഒന്ന് മനസ്സിലായി. എനിക്ക് ഒരുപാട് സന്തോഷമായി. വണ്ടി കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം. കുറെ നേരം സംസാരിച്ചു കേട്ടോ. ആള് ഖത്തറിലെങ്ങാണ്ടായിരുന്നു, ഇപ്പൊ ആള് നാട്ടിലുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഓയില് മേടിച്ചു വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട്. അനിയത്തിക്ക് വേണ്ടിട്ട് ഞാൻ അവിടെ വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, അവിടെ ഞാൻ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. മാണിയങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞ വണ്ടി കണ്ടപ്പോ ഒരുപാട് സന്തോഷമാണ്. ഇന്ന് നമ്മുടെ അപ്പൊ ഇപ്പൊ ഇത് എടുത്ത് പറഞ്ഞതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഒരു ചേച്ചി നമ്മുടെ ചാനലിൽ നിന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൊങ്ങച്ച കാണിച്ച് നടക്കുകയാണെന്ന്. പൊങ്ങച്ച, അപ്പം ഇതൊരിക്കലും ഒരു പൊങ്ങച്ചല്ല. നമ്മള് ഒരു വണ്ടി എടുത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വീട്ടിലോട്ടൊന്നും കൊണ്ട് ഒരു പൊങ്ങച്ചല്ല, നമ്മുടെ ഒരു സന്തോഷമാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊന്നും ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മളെ എത്രയോ ആൾക്കാരാണല്ലേ വന്ന് ഇത്രയോ സന്തോഷത്തോടെ വണ്ടി കണ്ടോ, ഭയങ്കര അവരുടെ മുഖത്തുണ്ട് സന്തോഷം. ഒരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടപ്പോ ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലാവാൻ തുടങ്ങി. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോ തുടങ്ങി. വണ്ടി കണ്ടപ്പോഴാണ് ആദ്യം സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങി. പിന്നെ നോക്കിയപ്പോ ആ കണ്ട മുഖം. അപ്പൊ അമ്മ വന്ന് മനസ്സിലായ, അങ്ങനെ വന്ന് സംസാരിച്ചു. ഞങ്ങളുടെ ഇടയിൽ അത് നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 4 പേര് വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ കാര്യമാണ് അല്ലെ. ഭയങ്കര സംഭവം. എന്തോ ഒരു അവസ്ഥയാണ് ആ സമയത്ത്. ആ ഒരു സിറ്റുവേഷനിലെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരൻസ് ആയാലും അതുപോലെ തന്നെ നമുക്ക് അറിവുള്ള ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, താന്ന നിലത്തെ നീരോടുള്ളൂ എന്നുള്ളത്. എത്ര ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും ദൈവത്തിനോടൊന്നും കടപ്പെട്ടിരിക്കുന്നു, നന്ദി ഉണ്ടാവും. അതല്ലാണ്ട് അഹങ്കാരം കാണിക്കാനോ എനിക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനെ കാണിക്കാനായിട്ടോ അല്ല. നമ്മുടെ ഒരു സന്തോഷം വന്നപ്പോൾ നമ്മൾ അല്ലെങ്കിലും ഞങ്ങൾ എല്ലാ ഫാമിലിയിലും ഇടുക്കി ചെല്ലുമ്പോൾ നമ്മളെ പറ്റുന്ന പോണക്കുള്ള ഫാമിലികളിൽ പോകും. പണ്ടൊക്കെ ഓട്ടോ വിളിച്ച് പോയിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് പോകുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പം നേരത്തെ നമുക്കിപ്പം ഓട്ടോ കൂലിയൊക്കെ കൊടുത്ത് നമുക്ക് ഒരുപക്ഷെ പോവാൻ പറ്റിയെന്ന് വരത്തില്ല. ഇന്ന് നമുക്ക് സ്വന്തം വണ്ടി ഉണ്ട്, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കയറി ഇറങ്ങി പോവാം. അത്രയൊക്കെ ഉള്ളു. പോകുമ്പോൾ നിങ്ങളെയും കൂടെ സന്തോഷം കാണിക്കുക, അല്ലാണ്ട് അഹങ്കാരമായിട്ട് പൊങ്ങച്ചം കാണിക്കാനോ ജാട കാണിക്കാനോ എന്നല്ല. പിന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ ഒരു പ്രായത്തിൽ, എനിക്ക് 24 വയസ്സും മിച്ചിന് 26 വയസ്സുമാണ്. ഈ ഒരു പ്രായത്തിൽ ഇത്രയും നല്ലൊരു വണ്ടി, അത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഫാമിലി ഇനി എല്ലാം ദൈവം തരട്ടെ എന്ന് വെച്ച് ദൈവത്തിനെ മറന്ന് നമ്മളൊന്നും ചെയ്യില്ല. എന്നും ആ ഒരു താഴ്മ നമുക്കുണ്ട്. എത്ര ഉയർന്നു പോയാലും ഒരു 500 രൂപ എടുക്കാൻ, കുഞ്ഞിനെ ആശുപത്രി കൊണ്ടാ ഒരു 500 രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മ ഷിനിച്ചേച്ചിയുടെ അടുത്ത് ഓടിപ്പോയി വന്ന് 500 രൂപ മേടിച്ച് ഞങ്ങൾക്ക് തന്ന ഒരു കാലം കേട്ടോ. ഒന്നുമില്ല, എല്ലാം കൊണ്ടും തകർന്ന് നിന്ന് മുന്നോട്ട് ജീവിക്കണോ വേണ്ടേ ഒന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മോളുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും എന്നും താന്ന് നിൽക്കുന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അതൊന്നും പറയണമെന്ന് വിചാരിച്ചു. ചേച്ചി ലവ് യു. ഓടി വന്ന് മുന്നേ എനിക്ക് പേരൊന്നും ചോദിക്കാൻ പറ്റില്ല, കാര്യം എന്റെ അവസ്ഥ എന്താ പറയുക, അതല്ലായിരുന്നു. സ്വർഗമായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. പിള്ളേര് ലിസ്റ്റ് തന്നോണ്ടിരിക്കും വൈകും തോറും. നമുക്ക് പോവാന്ന്. അപ്പൊ അമ്മൂസ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. 65 മേടിക്കാനാണ് അമ്മ പോകുന്നത് കേട്ടോ. നമ്മളെ മിക്കപ്പോഴും വന്ന് ബിരിയാണി ചോദിക്കാറുള്ള കടയാണ് കേട്ടോ, കലം ബിരിയാണി. ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മേടിച്ച് കഴിക്കാറൊക്കെ ഉണ്ട്. യെസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും മേടിച്ചോ, 2 മേടിക്കാല്ലേ. മന്ദായിന് വരുന്നുണ്ടല്ലോ. വാട്ട് പാട്ട് പാടിയതാ? തോന്നിയില്ല.
ഇല്ല തോന്നൂല. ഞാൻ ചെന്ന തെറി വിളിച്ചാന്ന്. പൊറോട്ട മേടിച്ചോ? പൊറോട്ട ആണോ? ആ ഒരു 5-8 എണ്ണം മേടിച്ചോ. ഓക്കെ സാമ്പാറുള്ളല്ല തിന്ന. സാമ്പാർ വേണോ? അല്ല സാമ്പാറുണ്ടല്ലോ വീട്ടില്, തിന്നാന്ന് മേടിച്ചോ. അപ്പൊ ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചത് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ദേ ഇതാരാ പായപ്പനാനാ വെറൈറ്റി ഡ്രസ് ഒക്കെ. ഇതാരാ പൂന്തിയോ ഇന്ന ഒരെണ്ണം പിടിക്ക്. നിനക്ക് കിട്ടിയതാടി ഇപ്പൊ തിന്നണ്ടത്, അത് കയ്യിൽ വെച്ചോ. മറ്റേത് തിന്നിട്ടുണ്ടോ? അയ്യോ പിന്നോ നിന്നീലേ ആ പിന്നെ അതിനിട്ടോ ഇതെന്തൊരു തണ്ട പോലെ ചേച്ചി. ഹായ് തത്തമ്മ, ഒരുപാട് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രസ്. ആ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാരറ്റ് ചേച്ചി, പാരറ്റ് ചേച്ചി, തത്തമ്മ ചേച്ചി എന്ന് പറഞ്ഞ പാരറ്റ് ചേച്ചി. ആ അതെ അതെ അതെ, ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ആയിരുന്നു പറഞ്ഞിട്ടല്ലായിരുന്നു. കമന്റ് കാണണമായിരുന്നു. ആ ഒരു കമന്റ് ഫുള്ള് തത്തമ്മയായിരുന്നു. പാരറ്റ് ചേച്ചി സൂപ്പർ ആയിരുന്നു. പാരറ്റ് ചേച്ചി തത്തമ്മ ചേച്ചി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കണോ? ഇല്ല, ഞാൻ മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ 65 അല്ലേ ഇത്? 65 മേടിച്ചിട്ടുണ്ട്. നോക്കട്ടെ പിടിച്ച് തുറന്നു നോക്കാം. നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതിപ്പോ കാണാൻ പറ്റുന്നില്ല മോനെ. എന്നെ കണ്ട സാധനങ്ങൾ കണ്ടാ മതി. ചൂടാക്കിട്ട് തരുന്നുണ്ട് തോന്നുന്നുണ്ട്. ആ അതെ, ചൂട് വേണം. 65 നല്ല ചൂട് വേണം. പാത്രത്തോടെ ഒരു സുഖമില്ലാത്ത പരിപാടിയായിട്ട് തോന്നി. 140 രൂപ കൊടുത്ത് മേടിച്ചാല് അപ്പൊ അതിൻ്റെതായ നീട്ടി തരാമായിരുന്നു. ഏയ് ഇത് കുഴപ്പമൊന്നുമില്ല. ഒരു കുഞ്ഞിക്കൈ ഇത് കൂടെ വരുന്നുണ്ടോ? അതിന് കൊടുത്തിട്ട് തിന്ന്. ഓ എന്താ വെച്ച് ഇത് കൊറച്ച് പറഞ്ഞ കുഴിമന്തിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. സാധനം ചെറുതായി. പിള്ളേരോട് കുഴിമന്തി വേണം ചെയ്യാൻ പറഞ്ഞപ്പോ ചിക്കൻ 65 മതി. അത് നിങ്ങക്ക് കൊടുക്ക ഓരോന്നോ. മോനെ അതിപ്പ തന്നെ തീർക്കല്ലേ. പൊറോട്ട ഉണ്ട്, കൊറിയാന്ന് കണ്ടാറോ? ആണോ? യമ്മി ജോഷി, അത് മാത്രം കുടിച്ചാ മതി. യമ്മി അന്ന് ഇവിടെ എനിക്ക് വെള്ളം താടോ. ഇത് വേണ്ട, ഇത് വേണ്ട, ഇതും വേണ്ട. ഇത് ഒരുമാതിരി അളിഞ്ഞു ഒളിഞ്ഞിരിക്കുന്നത് കട്ടിയുള്ള പീസ്. തിന്നട്ടെ, വലിയ വേണോ? അപ്പൊ പോയിട്ടൊക്കെ വന്നു. ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. ഇനി അടുത്തത് തന്നെ മാസ്റ്റർ, അടുത്തത് നീണ്ട റെസ്റ്റ് മാസ്റ്റർ. അപ്പൊ അതാണ് ഞങ്ങളുടെ പ്ലാൻ. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് അപ്പൊ കിട്ടുന്ന പറയാൻ പറ്റില്ല. റെസ്റ്റ് കിട്ടണം, എന്നാലേ വെളുപ്പിന് എനിക്ക് പോവാൻ പറ്റും. ഡാഡിയില് പൂജി നിൽക്കുന്നുണ്ട്. പൂജി ചിക്കൻ തിന്നുന്ന തിരക്കില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യലാം മൂസേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു അടിപൊളി വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇടിച്ചു പിടിച്ചേക്കാം. പുതിയൊരു വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും